ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്ലേ ബാക്കിൽ ഒരു ഷേപ്പ് ആടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാമേ. ആദ്യം ഇതാണ് നമ്മുടെ ഷേപ്പ്. നമുക്ക് ഷേപ്പിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഷേപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി നമുക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് LED ബാർ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടി ഒരു ഗ്രീൻ കളർ കൊടുക്കാം. അടുത്ത് നമ്മൾ ഷാർപ്പി ലൊക്കേറ്റ് ചെയ്തു. ആ ഷാർപ്പിയുടെ പൊസിഷൻ നമുക്ക് മേലോട്ടാക്കാം. ഇനി ഷാർപ്പിക്ക് ഒരു കളർ കൊടുക്കണം. നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഷേപ്പ് കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടി LED ബാർ സെലക്ട് ചെയ്യണം. നമ്മുടെ ഷാർപ്പിയും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് കൊടുക്കുന്നു. ഷേപ്പ് ജനറേറ്റർ, ക്രിയേറ്റ്, ഡിമ്മർ പസിൽ. സ്പ്രെഡിൽ 10 കൊടുക്കുകയാണ്. 10 എൻ്റർ അടിച്ച്. ഇതാണ് ഷേപ്പ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റാം. ഡയറക്ഷൻ പ്രസ് ചെയ്യുന്നു. ഇതൊരു ഡയറക്ഷനാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്പീഡ് മാറ്റാൻ വേണ്ടി 0.8 കൊടുക്കാം. സ്പീഡ് ഇങ്ങനെയാകും. സൈസ് വേണമെങ്കിൽ നമുക്ക് സൈസ് മാറ്റാൻ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീണ്ടും ഷേപ്പിൽ പ്രസ് ചെയ്ത് വീണ്ടും ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് വീണ്ടും പ്രസ് ചെയ്താൽ ഷേപ്പിൻ്റെ വാല്യൂ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിലെ ഫേസ് ഒന്ന് വാല്യൂ മാറ്റി നോക്കാമേ. കണ്ടോ, നമ്മുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് പിക്ചറിലോ ചാനലിലോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ബട്ടൺ കണ്ടോ, ഇത് ആദ്യം കാണിച്ചത് ഇതിപ്പോൾ ചെയ്ത് സേവ് ആണ്. ഇനി അതിൽ നിന്ന് നമുക്ക് പാലറ്റിൽ നിന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ കളറൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ കളർ മാറ്റിയിട്ട് നമുക്ക് ഈ കളർ സേവ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ റെക്കോർഡ് ബെസ്റ്റ് ആക്കിയിട്ട് സേവ്. ഓക്കെ, കണ്ടോ അത്. Okay. Thanks for watching.